എടോ താൻ അന്ന് പറഞ്ഞ് ആ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രഞ്ച് പടമില്ലേ നമ്മുടെ ഫിലിം ക്ലബ്ബിൽ കാണിക്കാൻ വെച്ചത് ആ ദ 400 ബ്ലൂസ് എന്തോ ഭയങ്കര ട്രാജഡി ആണെന്ന് മറ്റോല്ലേ അന്ന് പറഞ്ഞേ ഞാൻ കണ്ടില്ലായിരുന്നു. ആ അത് തന്നെ ലെ കാത്ര സൊൺകു. ശരിക്കും ഫ്രാൻസ്വാ ത്രൂഫോയുടെ പടം. ട്രാജഡി എന്നതിനേക്കാളും അതൊരു പയ്യന്റെ ലൈഫാണ്. കണ്ട ഒരുമാതിരി ഹോ നമ്മളെ പിടിച്ചിരുത്തും. നമ്മളൊക്കെ ഇവിടെ കോളേജിൽ ഇങ്ങനെ നടക്കുമ്പോ ആ പയ്യന്റെ കാര്യം ഓർത്താല്. ഓഹോ, അത്രയ്ക്ക് സീനാണോ? എന്നാ അപ്പൊ പിന്നെ അതിനെക്കുറിച്ച് തന്നെ ആവാം ഇന്നത്തെ നമ്മുടെ ഈ എന്താ പറയാ ഒരു കീറിമുറിക്കല്. നമ്മുടെ കയ്യിലുള്ളത് ആ സിനിമയുടെ കഥ, പിന്നെ ആ ഡയറക്ടർ ത്രൂഫോയെക്കുറിച്ച് കുറച്ച് നോട്ട്സ്, പിന്നെന്തോ ഒരു ന്യൂ വേവ് സംഭവം, അതൊക്കെയല്ലേ ഉള്ളൂ. അതെ, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് 1959 ഇറങ്ങിയ ഈ ക്ലാസിക് സിനിമയെക്കുറിച്ചാണ്. ഇതു വെറുമൊരു കഥ പറച്ചിലല്ല കേട്ടോ. ഈ സിനിമ എന്തുകൊണ്ടിപ്പോഴും ആളുകൾ കാണുന്നു, എന്താണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ? അന്നത്തെ ഫ്രാൻസിൽ ഒരു പയ്യന്റെ കഥയ്ക്ക് ഇന്ന് നമുക്ക് ഇവിടെ എന്താ കാര്യം എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ. ചുമ്മാ കോളേജ് ക്യാൻറ്റീനിലെ ചായയടിയും സിനിമാ ചർച്ചയും പോലെ അങ്ങ് പോകാം. കേൾക്കുന്ന നിങ്ങൾക്കും ഈ സിനിമ എന്താണെന്ന് ഒരു ഐഡിയ കിട്ടും. റെഡി. അപ്പോൾ ആദ്യം ആ പേര് ഫ്രാൻസ്വാ ത്രൂഫോ എന്തോ പോലെയാണല്ലോ പേര്. ആരായിരുന്നു പുള്ളി? വെറും ഡയറക്ടർ മാത്രമായിരുന്നോ? അല്ല, ഈ ഫ്രഞ്ച് ന്യൂ വേവ്, അതായത് ലാ നുവൽ വാഗ് എന്നൊരു വലിയ സിനിമ മൂവ്മെന്റ് ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെയൊക്കെ പ്രധാന ആളുകളിലൊരാളാണ്. പക്ഷെ രസം അതല്ല, സിനിമ ഡയറക്റ്റ് ചെയ്യുന്നതിന് മുൻപ് പുള്ളി ഒരു ഒന്നൊന്നര സിനിമാ നിരൂപകനായിരുന്നു. ആണോ? ആ കഹിയേത് സിനിമ എന്നൊരു മാഗസീനുണ്ട്, ഭയങ്കര സംഭവമാണിത്. അതിൽ തീപ്പൊരി ലേഖനങ്ങളൊക്കെ എഴുതി അന്നത്തെ പല ഡയറക്ടർമാരുടെയും ഉറക്കം കെടുത്തിയ ആളാ പുള്ളി. ഓ, അപ്പോൾ എഴുത്തിൽ നിന്ന് സ്ക്രീനിലേക്ക് വന്ന ആളാണല്ലേ. കൊള്ളാലോ. നമ്മുടെ കോളേജ് മാഗസിനിലൊക്കെ എഴുതുന്ന ആരെങ്കിലുമൊക്കെ നാളെ സിനിമ പിടിക്കുമായിരിക്കും അല്ലേ? ഈ ഓട്ടർ തിയറി എന്നൊക്കെ പറയുന്ന സംഭവം, അത് ഇങ്ങേരുടെ കോൺട്രിബ്യൂഷനാണോ? അതിന്റെ പ്രധാന വക്താക്കളിൽ ഒരാളായിരുന്നു. അതായത് സിനിമയുടെ യഥാർത്ഥ ആള് സംവിധായകനാണ്, അയാളുടെ ഒരു കയ്യൊപ്പ് അതിൽ കാണും എന്നുള്ള ഐഡിയ. അയാളുടെ ചിന്ത, കാഴ്ചപ്പാട്, അതാണ് സിനിമയെ നയിക്കുന്നത്. അല്ലാതെ വെറും കഥ പറയുന്നൊരു ടെക്നീഷ്യൻ അല്ല ഡയറക്ടർ എന്ന് ഭയങ്കരമായി വാദിച്ചു. അത് കൊള്ളാം. പക്ഷെ പുള്ളിയുടെ ചെറുപ്പകാലം അത്ര സുഖമുള്ളതായിരുന്നില്ല എന്ന് കേട്ടല്ലോ, ഞാൻ എവിടെയോ വായിച്ച പോലെ. സ്കൂളിൽ പോവില്ല, ചെറിയ മോഷണം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. കറക്റ്റ്. ശരിക്കും പറഞ്ഞാലൊരു കുഴപ്പം പിടിച്ച കുട്ടിക്കാലമായിരുന്നു. അവസാനം ഒരു ജുവനൈൽ ഹോമിലൊക്കെയായി, അതായത് ഈ ബാലകുറ്റവാളികളെ പാർപ്പിക്കുന്ന സ്ഥലം. അയ്യോ. അവിടുന്നാണ് ആൻഡ്രേ ബാസിൻ എന്ന മറ്റൊരു വലിയ നിരൂപകൻ ഇദ്ദേഹത്തെ കാണുന്നത്. പുള്ളിയാണ് പിന്നെ കൈപിടിച്ച സിനിമയുടെ ലോകത്തേക്ക് കൊണ്ടുവരുന്നത്. ഒരു മെന്ററെ പോലെയായിരുന്നു ബാസിൻ. ഓ, അപ്പോ ദ 400 ബ്ലോസ് ഇത്ര പേഴ്സണൽ ആണെന്ന് പറയുന്നതിന്റെ കാരണം അതാണല്ലേ? പുള്ളിയുടെ സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങൾ തന്നെയാണോ ഈ സിനിമ? ഒരുപാട് സാമ്യങ്ങളുണ്ട്, ഒരുപാട്. അതുകൊണ്ട് തന്നെ ഇത് വെറുമൊരു കഥയല്ല, ത്രൂഫോയുടെ തന്നെ ജീവിതത്തിന്റെ ഒരു നേർചിത്രം കൂടിയാണെന്ന് പറയാം. പിന്നെ ഈ സിനിമയിലെ ലീഡ് റോളിൽ അഭിനയിച്ച പയ്യനില്ലേ, ജീൻ പിയർ ലിയോ, ആ പയ്യൻ, അവനെ ത്രൂഫോയ്ക്ക് കിട്ടിയതൊരു ഓഡിഷനിലൂടെയാണ്. ഭയങ്കര സംഭവമായിരുന്നു ആ സെലക്ഷൻ. പിന്നീട് ത്രൂഫോയുടെ ഒരുപാട് സിനിമകളിൽ അവൻ അഭിനയിച്ചു. ത്രൂഫോയുടെ ഒരു ഓൾട്ടർ ഈഗോ, അതായത് സ്ക്രീനിലെ പകരക്കാരനായിട്ട് തന്നെ മാറിയവൻ. അടിപൊളി. ത്രൂഫോയെ മനസ്സിലാക്കാൻ ഈ സിനിമ കണ്ടാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇനി പറ, എന്താണ് ഈ ഫ്രഞ്ച് ന്യൂ വേവ്? കേൾക്കാൻ നല്ല ഗമയൊക്കെ ഉണ്ട് പേരിന്. സംഭവം സിമ്പിളാണ്. ഒരു 1950കളുടെ അവസാനമൊക്കെ ആയപ്പോൾ ഫ്രാൻസില് ഒരു പറ്റം ചെറുപ്പക്കാർ സിനിമ എടുക്കാൻ തുടങ്ങി. ത്രൂഫോ, പിന്നെ ഗൊദാർഡ്, ഷാബ്രോൾ, അങ്ങനെ ഒരു ഗ്യാങ്. അവർക്ക് അന്നത്തെ ഫ്രഞ്ച് സിനിമയുടെ ഒരു രീതി അതത്ര പിടിച്ചില്ല. അന്നത്തെ സിനിമയ്ക്ക് എന്തായിരുന്നു കുഴപ്പം? നല്ല സ്റ്റൈലൻ പടങ്ങളായിരുന്നില്ലേ അതും? സ്റ്റൈലനായിരുന്നു, പക്ഷെ ഒരു കൃത്രിമത്വം ഉണ്ടായിരുന്നു എന്ന് പറയാം. വലിയ സ്റ്റുഡിയോ സെറ്റുകള്, ഭയങ്കര ഫേമസ് ആയ നോവലുകളെ ബേസ് ചെയ്തുള്ള കഥകള്, മിനുക്കിയെടുത്ത ഡയലോഗുകള്, സ്റ്റാർ അഭിനേതാക്കള്, അങ്ങനെ ഒരുതരം ക്വാളിറ്റിയുടെ പാരമ്പര്യം, ട്രഡീഷൻ ഓഫ് ക്വാളിറ്റി എന്നൊക്കെ ഒരു പേരുണ്ടായിരുന്നു അതിന്. ഓ. പക്ഷെ ഈ പുതിയ പിള്ളേർക്ക് വേണ്ടത് അതായിരുന്നില്ല. അവർക്ക് ജീവിതം അതേപോലെ കാണിക്കണമായിരുന്നു, കുറച്ചുകൂടെ റിയൽ ആയിട്ട്. ഓ, അപ്പോ ന്യൂ വേവിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഈ റിയലിസം ആണോ പ്രധാനമായിട്ടും? ഒരു പ്രധാന ഘടകം അതാണ്. അവർ സ്റ്റുഡിയോ വിട്ട് പുറത്തിറങ്ങി. റിയൽ ലൊക്കേഷൻസ്, പാരീസിലെ തെരുവുകൾ, സാധാരണ അപ്പാർട്ട്മെന്റുകൾ, കഫേകൾ, ഇതൊക്കെ അവരുടെ ലൊക്കേഷനായി. അതോടെ സിനിമയ്ക്കൊരു ഡോക്യുമെന്ററി ഫീല് വന്നു.
നമ്മൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ നേരിട്ട് കാണുന്ന പോലെ തോന്നും. ആഹാ, അതാണല്ലേ ദ 400 ബ്ലോസില് പാരീസ് നഗരത്തിന് ഇത്ര ജീവനുള്ളത്. ശരിയാണ്, നമ്മുടെ നാട്ടിലെ ന്യൂ ജനറേഷൻ പടങ്ങളിലും ഇപ്പൊ ഈ തെരുവിലെ ഷൂട്ടിംഗ് ഒക്കെ കോമൺ ആണല്ലോ. വേറെന്താ ഇവരുടെ പ്രത്യേകത? ക്യാമറയുടെ ഉപയോഗം അതാണ് ശ്രദ്ധിക്കേണ്ടത്. കയ്യിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ഹാൻഡ് ഹെൽഡ് ക്യാമറകൾ, അതിനൊരു പ്രത്യേക വൈബ്രേഷനും ചലനമൊക്കെ ഇല്ലേ? അത് കഥാപാത്രത്തിന്റെ ഒരു മാനസികാവസ്ഥ കാണിക്കാൻ വരെ ഉപയോഗിച്ചു. ഓ, പിന്നെ ജംപ് കട്ട്, ആ. ഒരു ഷോട്ടിന്റെ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്ത് അടുത്തതിലേക്ക് ചാടും. കണ്ടിന്യൂറ്റി അങ്ങ് ബ്രേക്ക് ആവും, പക്ഷെ അത് മനഃപൂർവ്വമായിരുന്നു. ഒരു താളം മുറിക്കുന്നൊരു ഫീൽ തരും. പിന്നെ സ്റ്റുഡിയോ ലൈറ്റുകൾക്ക് പകരം കിട്ടുന്ന വെളിച്ചം, നാച്ചുറൽ ലൈറ്റ് ഉപയോഗിക്കുക. ഇതൊക്കെ അവരുടെ രീതികളായി. ഈ ജം കട്ടൊക്കെ ഇപ്പോഴും മ്യൂസിക് വീഡിയോകളിലും ചില സിനിമകളിലുമൊക്കെ ഒരു സ്റ്റൈലിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ടല്ലോ. അപ്പൊ ഇതിന്റെയൊക്കെ തുടക്കം ഇവിടെ നിന്നാണല്ലേ? അതെ, സിനിമയുടെ ഗ്രാമറിനെ തന്നെ ചോദ്യം ചെയ്തവരായിരുന്നു അവർ. പിന്നെ അവരുടെ സിനിമകളിലെ വിഷയങ്ങളും അതും വ്യത്യസ്തമായിരുന്നു. കൂടുതലും യുവത്വം, പ്രണയം, ഒറ്റപ്പെടൽ, നിലവിലെ സിസ്റ്റത്തിനോടുള്ളൊരു മടുപ്പ്, ജീവിതത്തിന്റെ ഒരു അനിശ്ചിതത്വം, ഇതൊക്കെയായിരുന്നു തീംസ്. അത് ശരിയാണ്. നമ്മളെപ്പോലുള്ള കോളേജ് പിള്ളേർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ടീംസ്. എക്സാക്ട്ലി. അപ്പോ ദ 400 ബ്ലോസ് ഈ പറഞ്ഞ ന്യൂ വേവിന്റെ എല്ലാ ചേരുവകളും കറക്റ്റായിട്ട് ഒത്തിണങ്ങിയ ഒരു സിനിമയാണെന്ന് ഉറപ്പിക്കാം. തീർച്ചയായും ഒരു തുടക്കക്കാരന്റെ സിനിമയാണെന്ന് തോന്നുകയില്ല. അപ്പോൾ സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ആ പേരിന്റെ അർത്ഥം അറിയോ? ലേ കാത്തർസാൻസ് കൂപ്പ് എന്താന്ന്? ഇല്ലല്ലോ. 400 അടികളെന്നാണോ? ആരാർക്ക് കൊടുത്തതാ? അല്ലല്ല, അതൊരു ഫ്രഞ്ച് ശൈലിയാണ്. ഫെയർ ലേ കാത്തർസാൻസ് കൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കുക, കുഴപ്പം പിടിച്ചു നടക്കുക, തോന്നിയവാസം കാണിക്കുക എന്നൊക്കെയാണ് അർത്ഥം. നമ്മൾ പറയില്ലേ വിശേഷമുണ്ടാക്കുക എന്നൊക്കെ, ഏകദേശം ആ ഒരർത്ഥം. ടു റേസ് ഹെൽ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. കൊള്ളാം പേര്. ആ പയ്യൻ ആള് ചില്ലറക്കാരനല്ലെന്ന് പേര് കേൾക്കുമ്പോഴേ മനസ്സിലായല്ലോ. പറ, എന്താണ് കഥ? ച്ചിനുമൊപ്പം അവന്റെ ലോകം അവനെ എപ്പോഴും തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് മെയിൻ പ്രശ്നം. സിനിമ തുടങ്ങുന്നതേ ക്ലാസ് റൂമിലാണല്ലോ. ഒരു പെൺകുട്ടിയുടെ ചിത്രം ഇങ്ങനെ കൈമാറി കൈമാറി വരുമ്പോ അവസാനം കുറ്റം അവന്റെ തലയിലാവുന്നു. സത്യത്തിൽ അവൻ തുടങ്ങിവെച്ചതല്ല അത്. എന്നിട്ടും ടീച്ചർ അവനെ ഭിത്തിയിലേക്ക് തിരിച്ചു നിർത്തുന്നു. ഷോ, പാവം തോന്നിയത് കണ്ടപ്പോ. അവിടെ തന്നെ തുടങ്ങുന്നു അവന്റെ ട്രാജഡി. പലപ്പോഴും അവൻ ചെയ്യാത്ത കുറ്റത്തിനാണ് അവൻ ശിക്ഷിക്കപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അവഗണനയുടെ ക്രൂരത, ക്രൂവൽറ്റി ഓഫ് ഇൻഡിഫറൻസ്. അതിവിടെ തൊട്ടേ വ്യക്തമാണ്. ടീച്ചർക്ക് അവനോട് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല, പക്ഷെ അവനെ ശ്രദ്ധിക്കാനോ മനസ്സിലാക്കാനോ ഒരു ശ്രമവുമില്ല. എളുപ്പത്തിലൊരു കുറ്റവാളിയാക്കുന്നു, അത്രയുള്ളൂ. വീട്ടിലെ കാര്യമാണെങ്കിൽ അതിലും കഷ്ടം. ചെറിയൊരു വീട്, അമ്മ ഗിൽബർട്ടും രണ്ടാനച്ഛൻ ജൂലിയനും തമ്മിൽ വലിയ രസത്തിലൊന്നുമല്ല. അമ്മയ്ക്ക് അവനോടും വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. എപ്പോഴും എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും. അവൻ കല്യാണത്തിന് മുൻപുണ്ടായ കുട്ടിയാണെന്നും അതുകൊണ്ട് അമ്മയ്ക്ക് അവനൊരു ഭാരമാണെന്നും ചെറുപ്പത്തിൽ നോക്കിയത് മുത്തശ്ശിയാണെന്നൊക്കെ പിന്നീട് ഒരു സൈക്കോളജിസ്റ്റിനോട് അവൻ പറയുന്നുണ്ട്. ആ സംഭാഷണം കേൾക്കുമ്പോൾ ശരിക്കും അവന്റെ വേദന നമുക്ക് ഫീൽ ചെയ്യും. ആ വീട്ടിൽ അവനൊരു സ്ഥാനമില്ല, ഒരു ആക്സെപ്റ്റഡ് അല്ലാത്ത ഫീൽ. അത് അവന്റെ ഒരു ഐഡന്റിറ്റിയെ തന്നെ ബാധിക്കുന്നുണ്ട്. അവൻ എപ്പോഴും ഒരു പുറമ്പോക്കുകാരനെ പോലെയാണ് അവിടെ. ഷോ, കഷ്ടം തന്നെ. പിന്നെ അവൻ പതിയെ സ്കൂളിൽ നിന്ന് ചാടാൻ തുടങ്ങാണല്ലേ, അല്ലേ? കൂട്ടുകാരൻ റെനയുമായി ചേർന്ന് സിനിമ കാണാൻ പോകുന്നു, കറങ്ങാൻ പോകുന്നു. ഇതൊക്കെ ഈ പ്രായത്തിൽ സ്വാഭാവികമാണെന്ന് നമുക്ക് തോന്നാം. ചിലപ്പോൾ നമ്മളും ക്ലാസ് കട്ട് ചെയ്തിട്ടില്ലേ? പക്ഷെ അവന്റെ കാര്യത്തിൽ ഇത് വെറും തമാശയല്ല. വീടും സ്കൂളും അവനൊരു തടവറ പോലെ ഫീല് ചെയ്യുമ്പോൾ പുറത്തുള്ള ലോകം അവനൊരു രക്ഷപ്പെടലാണ്, ഒരു എസ്കേപ്പ്. ഇവിടെയാണ് ആ അടിമത്വവും സ്വാതന്ത്ര്യവും, അതായത് എൻട്രാപ്മെന്റ് വേഴ്സസ് ഫ്രീഡം എന്ന തീം വരുന്നത്. പക്ഷേ ആ സ്വാതന്ത്ര്യത്തിനും പ്രശ്നങ്ങളുണ്ട്. ഒരു ദിവസം അവൻ അമ്മയെ വേറൊരാളോടൊപ്പം വഴിയിൽ വെച്ച് കാണുന്നുണ്ട്. അതവനെ ഭയങ്കരമായി ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലാസ്സിൽ ലേറ്റാവുന്നത് സ്ഥിരമാവുമ്പോൾ ഒരു ദിവസം അവൻ പറയുന്നു, അമ്മ മരിച്ചുപോയെന്ന്. ഹോ, എജ്ജാതി കള്ളം. ആ കള്ളം കയ്യോടെ പിടിക്കുന്നു. അമ്മ സ്കൂളിൽ വന്ന് ടീച്ചറുടെ മുന്നിൽ വെച്ച് അവനെ നാണം കെടുത്തുന്നുണ്ട്. ആകെ തകർന്നുപോയ അവൻ പിന്നെ നന്നാവാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമുള്ള എഴുത്തുകാരനാണ് ബെൽസാക്ക്. ഭയങ്കര ആരാധനയാണ്. അദ്ദേഹത്തിനു വേണ്ടി വീട്ടിലൊരു മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ നോക്കുന്നു. എന്നിട്ടെന്തായി? അത് കർട്ടനിൽ തീ പിടിച്ച ഒരു പുകല്. അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല പെട കിട്ടുന്നു അതിന്. നല്ലത് ചെയ്യാൻ നോക്കിയാലും അവനത് തിരിച്ചടിക്കുകയാണ്. ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയായി അവന്. ശരിക്കും കഷ്ടം തന്നെയാണല്ലോ അവന്റെ കാര്യം.
അവസാനവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയല്ലേ ചെയ്യുന്നത്? അതെ, ഒരു രാത്രി ഒരു പ്രിന്റിംഗ് പ്രസ്സിൽ ഒളിച്ചു താമസിക്കുന്നു. കൂട്ടുകാരൻ റെനയുടെ വീട്ടിലും കുറച്ചുനാൾ നിൽക്കുന്നുണ്ട്. പക്ഷേ സ്ഥിതി കൂടുതൽ വഷളാവുകയാണ്. പൈസയ്ക്ക് അത്യാവശ്യം വന്നപ്പോൾ അവൻ രണ്ടാനച്ഛന്റെ ഓഫീസിൽ നിന്ന് ഒരു ടൈപ്പ്റൈറ്റർ മോഷ്ടിക്കുന്നു. ഓ, അതാണല്ലേ പ്രശ്നം ഗുരുതരമാക്കുന്നത്, ക്ലൈമാക്സിലേക്ക് നയിക്കുന്നത്. അതെ, ആ ടൈപ്പ്റൈറ്റർ വിൽക്കാൻ നോക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. പേടിച്ചിട്ട് അത് തിരികെ കൊണ്ടുപോയി വെക്കാൻ ശ്രമിക്കുമ്പോൾ കയ്യോടെ പിടിക്കപ്പെടുന്നു. പിന്നെ വീട്ടുകാരെന്ത് ചെയ്തു? അവർ കൈമലർത്തി അവനെ നേരെ പോലീസിലേൽപ്പിച്ചു. ഒരു കുട്ടിയാണെന്ന പരിഗണന പോലും ഇല്ലാതെ. അതാണ് ഏറ്റവും ഷോക്കിംഗ് ആയ കാര്യം. ഇവിടെ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ആ അവഗണനയുടെ ക്രൂരത കാണുന്നു. വെറുപ്പല്ല, പക്ഷെ ഒരുതരം താൽപ്പര്യമില്ലായ്മ, ആ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒഴിഞ്ഞുമാറൽ. ശരിക്കും ദേഷ്യം വരും അച്ഛനമ്മമാരോട്. ഒരു രാത്രി മുഴുവൻ അവൻ പോലീസ് സ്റ്റേഷനിലെ സെല്ലിൽ കഴിയേണ്ടി വരുന്നു. അതും ആരോടൊപ്പം? വേശ്യകളുടെയും കള്ളന്മാരുടെയും കൂടെ. ഭീകരം തന്നെ. പിന്നീട് അവനെ കടലിനടുത്തുള്ള ഒരു ഒബ്സർവേഷൻ സെന്ററിലേക്ക്, ഒരു തടങ്കൽ കേന്ദ്രം പോലെ ഒന്നിലേക്ക് മാറ്റുകയാണ്. അവിടെ വെച്ചാണ് ഒരു സൈക്കോളജിസ്റ്റുമായി അവൻ സംസാരിക്കുന്ന ആ പ്രശസ്തമായ സീൻ. ക്യാമറ അവന്റെ മുഖത്തേക്ക് സൂം ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അവൻ സൈക്കോളജിസ്റ്റിന്റെ ചോദ്യങ്ങൾക്കും മറുപടി പറയുന്നു. ആ സീനിൽ അവന്റെ മുഖത്തെ ആ നിസ്സഹായതയും വേദനയൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മുടെ കണ്ണു നിറയും. അമ്മ ഒരിക്കൽ പോലും ഉമ്മ വെച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഹോ, അവന്റെ ഉള്ളിലെ മുറിവുകൾ എത്ര വലുതാണെന്ന് അപ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. അതൊരു ഇംപ്രവൈസേഷൻ പോലെയാണ് ഷൂട്ട് ചെയ്തതെന്ന് കേട്ടിട്ടുണ്ട്. അതായത് മുൻകൂട്ടി എഴുതിയ ഡയലോഗല്ല. അതുകൊണ്ടാണ് അത്രയും റിയലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്, അവന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾ പോലെ. എന്നിട്ടാണ് സിനിമയുടെ ഏറ്റവും ഫേമസ് ആയ എൻഡിങ് അല്ലേ? അവൻ അവിടെ ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ മതിലിലെ ഒരു വിടവിലൂടെ ഓടി രക്ഷപ്പെടുന്നു. അവൻ ഓടുകയാണ്, ഒരു തടസ്സവുമില്ലാതെ ഓടുകയാണ്. പാടങ്ങൾ കടന്ന്, റോഡുകൾ താണ്ടി, എങ്ങോട്ടെന്നില്ലാത്ത ഓരോട്ടം. അവസാനം അവൻ എത്തുന്നത് അതുവരെ അവൻ സിനിമയിലും പുസ്തകത്തിലും മാത്രം കണ്ടിട്ടുള്ള കടൽ തീരത്താണ്. അവൻ കടലിൽ കോടിയിറങ്ങുന്നു. എന്നിട്ട് തിരിഞ്ഞ് ക്യാമറയിലേക്ക് നോക്കുന്ന ആ നോട്ടമുണ്ടല്ലോ, എന്റെ സാരേ! ആ മുഖത്ത് എന്തൊക്കെ ഭാവങ്ങളാ മിന്നിമറയുന്നത്! സ്വാതന്ത്ര്യം കിട്ടിയ സന്തോഷമുണ്ടോ? അതോ ഇനി എന്ത് എന്ന ഭയമാണോ? അതോ കടുത്ത ഏകാന്തതയാണോ? ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ആ നോട്ടത്തിൽ ക്യാമറ ഫ്രീസാവുന്നു. അവിടെ പടം തീരുന്നു. സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഐക്കോണിക്കായ ഫ്രീസ് ഫ്രെയിമാണത്. ശരിക്കും പറഞ്ഞാൽ ആ നോട്ടം ഒരു ചോദ്യചിഹ്നം പോലെയാണ്. അവന്റെ ഓട്ടം അവനെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചോ, അതോ കൂടുതൽ വലിയൊരു അനിശ്ചിതത്വത്തിലേക്കാണോ അവൻ ഓടിയെത്തിയത്? കടലൊരു രക്ഷപ്പെടലാണോ, അതോ അവന്റെ ആത്യന്തികമായ ഒറ്റപ്പെടലിന്റെ പ്രതീകമാണോ? ട്രൂഫോ നമുക്കുത്തരം തരുന്നില്ല. ശരിയും, ആ നോട്ടം കണ്ടവരുടെ മനസ്സിൽ നിന്ന് പോകില്ല. അപ്പോൾ ഈ സിനിമ പ്രധാനമായി പറയുന്നത് ഈ ഒറ്റപ്പെടലിന്റെയും ആരും മനസ്സിലാക്കാനില്ലാത്തൊരവസ്ഥയുടെ കഥയാണല്ലേ? അവൻ മോഷ്ടിച്ചു, കള്ളം പറഞ്ഞു, സ്കൂളിൽ നിന്ന് ചാടി, അങ്ങനെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവനൊരു വില്ലനായിട്ട് നമുക്ക് തോന്നുന്നില്ല. കൂടുതൽ സാഹചര്യങ്ങളുടെ ഇരയാണെന്ന് തോന്നിപ്പോകും. അതാണ് ഈ സിനിമയുടെ ഒരു വിജയം. അവൻ ചെയ്യുന്നതൊന്നും ശരിയല്ല, പക്ഷേ എന്തുകൊണ്ട് അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് സിനിമ നമുക്ക് കൃത്യമായി കാട്ടിത്തരുന്നു. അവനെ സ്നേഹിക്കാനോ ശ്രദ്ധിക്കാനോ ആരുമില്ലാത്തൊരു ലോകത്ത് അവൻ സ്വയം ഒരു വഴി കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ആ ശ്രമങ്ങളാണ് പലപ്പോഴും തെറ്റുകളായി മാറുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ തീമുകൾ, അവഗണനയുടെ ക്രൂരത, അടിമത്തവും സ്വാതന്ത്ര്യവും തമ്മിലുള്ള പോരാട്ടം, ഒരു കുട്ടിയുടെ സ്വത്വം തേടിയുള്ള യാത്ര, ഇതെല്ലാം അവന്റെ ഈ അവസ്ഥയിലൂടെയാണ് സിനിമ സംവദിക്കുന്നത്. നാച്ചുറൽ അഭിനയം, പാരീസിലെ തെരുവുകൾ, എല്ലാം കൂടെ ആ പയ്യന്റെ ജീവിതത്തിലേക്ക് നമ്മളെ പിടിച്ചിറക്കുന്നത് പോലെയാണ് ശരിക്കും. ചിലപ്പോഴൊക്കെ അവന്റെ കുസൃതികളും ക്ലാസ് കട്ട് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമ്മളും ചിരിക്കും. ഹോ, ഇതൊക്കെ നമ്മളും പണ്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്നൊരു തോന്നൽ വരും. അതെ, പക്ഷെ അവന്റെ വേദന കാണുമ്പോഴാ ചിരി മായും. അവന്റെ ഓരോ വീഴ്ചയും നമ്മളെയും വേദനിപ്പിക്കും. കാരണം ഒരുപക്ഷെ കുറച്ചുകൂടി നല്ല സാഹചര്യങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ, കുറച്ചുകൂടി സ്നേഹം കിട്ടിയിരുന്നെങ്കിൽ അവൻ വളരെ മിടുക്കനായൊരു കുട്ടിയായി മാറുമായിരുന്നു. ആ ഒരു സാധ്യത സിനിമ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ശരിയാണ്. അപ്പോൾ ദ 400 ബ്ലോസ് ഒരു സിനിമാ വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ നല്ല സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട പടം തന്നെ. വെറുമൊരു കഥയല്ല, ഒരു കാലഘട്ടത്തിന്റെ അടയാളപ്പെടുത്തലാണ്, ഒരു സംവിധായകന്റെ ആത്മപ്രഖ്യാപനമാണ്, ഒരു കുട്ടിയുടെ ഒരു നിലവിളിയാണ്. അതെ, അപ്പോൾ നമ്മൾ ഏകദേശം പ്രധാന കാര്യങ്ങളെല്ലാം സംസാരിച്ചു എന്ന് തോന്നുന്നു. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ആന്റ്വാൻ ഡോയ്നൽ കഥാപാത്രത്തോട് നിങ്ങൾക്ക് സഹതാപമാണോ, അതോ ചിലപ്പോഴെങ്കിലും ദേഷ്യമാണോ തോന്നിയത്? അല്ലെങ്കിൽ ഈ ചർച്ച കേട്ടപ്പോൾ സിനിമ കാണാൻ തോന്നുന്നുണ്ടോ? തീർച്ചയായും കാണണം.
കണ്ടിട്ടില്ലെങ്കിൽ കാണണം, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. അവസാനം ആ കടൽ തീരത്ത് ക്യാമറയിലേക്ക് നോക്കി നിൽക്കുന്ന ആന്റ്വാന്റെ ഭാവി എന്തായിരിക്കും? അവന്റെ ഓട്ടം എവിടെയായിരിക്കും അവസാനിച്ചിട്ടുണ്ടാവുക? ട്രൂഫോ മനഃപൂർവ്വം ആ ചോദ്യം നമുക്ക് വിട്ടുതന്നതാണ്, അല്ലേ? ഒരു കുട്ടിയുടെ ജീവിതം എത്ര പ്രവചനാതീതമാണ്, സമൂഹം ഒരു കുട്ടിയുടെ ഭാവിയെ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത് എന്നൊക്കെ നമ്മളെ ചിന്തിപ്പിക്കാൻ വേണ്ടിയായിരിക്കുമോ ആ നിശ്ചലമായ നോട്ടം? നിങ്ങൾ തന്നെ ആലോചിച്ച് ഒരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കൂ.